പൂരക്കാഴ്ചകളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പൂരാവേശത്തിൽ അലിഞ്ഞു നിൽക്കുകയാണ് തൃശൂർ നഗരം. ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥനെ വണങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടംപെറ്റി നിൽക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നമ്മൾ ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. ചെമ്പൂക്കാവിന് പുറമെ കണിമംഗലം, കാരമുക്ക്, പനമുക്കുംപിള്ളി, ലാലൂർ, ചുരക്കാട്ടുകാവ്, അയ്യന്തോൾ ദേശങ്ങളാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച വടക്കുംനാഥനെ വണങ്ങി പുറത്തേക്കിറങ്ങുന്നത്. നെയ്തലക്കാവ് ദേശവും അല്പസമയത്തിനകം ക്ഷേത്രത്തിലേക്ക് എത്തും. 11:30 നടക്കാനിരിക്കുന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണിത്വത്തിൽ ഇലഞ്ഞിത്തറ മേളം 2:30-ക്കാണ്. കുടമാറ്റം വൈകിട്ട് 15 മിനിറ്റ് നേരത്തേക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. വെടിക്കെട്ടില്ല എങ്കിലും പൂരത്തിന്റെ മറ്റു കാഴ്ചകളെല്ലാം വർണ്ണാഭമാണ്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, 10 മണി കഴിഞ്ഞിരിക്കുന്നു. 11:30 മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ താളത്തിലേക്ക് പൂരം പറിച്ചു നടപ്പെടും. പിന്നെ ഒരു താളമാണ്. പിന്നെ ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്നത് വരെയും ആ മധുരം ഇങ്ങനെ ശേഷിക്കും. മാധു, തീർച്ചയായിട്ടും പൂരക്കാഴ്ചകൾ എന്ന് പറയുന്നത് പൂരത്തിന്റെ പല കാഴ്ചകളാണ്. പൂരത്തിന്റെ ആനച്ചന്തം ആസ്വദിക്കാൻ വരുന്നവരുണ്ട്, വെടിക്കെട്ട് ആസ്വദിക്കാൻ വരുന്നവരുണ്ട്, പൂരത്തിന്റെ മേളച്ചന്തം ആസ്വദിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ പല കാഴ്ചകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഓരോ ഘടകപൂരങ്ങൾ വരുമ്പോൾ അതിലുള്ള ആനച്ചന്തം തന്നെയാണ്. ഒപ്പം നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ 11:30 മഠത്തിൽ വരവാണ്. ഇങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചേച്ചിയൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? എന്ത് കാണാൻ ശരിക്കും പൂരത്തിലെത്തുമ്പോ എന്താ കാണാൻ ആഗ്രഹിക്കുന്ന? മേളമാണോ ആനകളെയാണോ? ആനകളും മേളം എല്ലാം കാണാൻ ആഗ്രഹിക്കും. ഇഷ്ടം എന്താ, ആനച്ചന്തമാണോ മേളച്ചന്തം? മേളത്തിനൊപ്പം അങ്ങനെ ലയിച്ച് നിൽക്കാൻ. ചേച്ചി പൂരില്ലാതെ വേറൊന്നുമില്ല. ചേട്ടനൊക്കെ എവിടെ വരുന്നത്? ഞാനിവിടെ തൃശ്ശൂർ തന്നെ. തൃശ്ശൂരാണ്. എന്താ ഇഷ്ടം പൂരത്തിന് എത്തിക്കഴിഞ്ഞാൽ? മേളമാണോ ആനകളെയാണോ? വെടിക്കെട്ട് ഇപ്രാവശ്യം ഇല്ല. നിരാശയുണ്ട്. നമ്മൾ കുറച്ച് പേര് നമ്മളെ വിട്ടുപോയി, അതിന്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് വരാം. അതിന് ഇതാണ് പൂരം. ആളിൽ കുറവുണ്ടോ? കുറവാണ്. ചേട്ടാ, അങ്ങനെയുണ്ട് പൂരം? പൂരം നല്ല അടിപൊളി. നമ്മളെ ചെറ്റിക്കൊട്ടുകാര് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ വന്നതാണ്. ഫാമിലി ആയിട്ട് ചെമ്പുകാവ് വൈഫുണ്ട്. എന്താ കാണണേ? പൂരം എന്ന് പറഞ്ഞാൽ ആനകളെ കാണാൻ തന്നെയാണോ മേളം കാണാൻ? അല്ല, ആനയും ആ ആനയുടെ സമയത്തോടു കൂടിയുള്ള മേളം കൂടി കേൾക്കാൻ നല്ലൊരു വെടിക്കെട്ടും വേണം. തവണ വെടിക്കെട്ടില്ല. ഇല്ല, വിഷമമുണ്ട്. എന്തായാലും ദുഃഖല്ലേ, എന്താ ചെയ്യാ? ദുഃഖത്തോടൊപ്പം നിൽക്കുക. 40 വർഷത്തോളമായി ഞങ്ങൾ തുടർച്ചയായിട്ട് വന്ന് പൂരം കണ്ടു. രണ്ടുപേരും കൂടി ഒരുമിച്ച്. അതാണ്. അപ്പൊ ഫാമിലി ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ? ചേച്ചി എവിടുന്ന? ഞാന് ചങ്ങരംകുളം. ഞങ്ങള് റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകയാണ്. ഞാന് സ്ഥിരമായിട്ട് കാണാറുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? രഞ്ജിത്ത്. രഞ്ജിത്ത്. ഞാൻ നിങ്ങളുടെ എപ്പോഴും റിപ്പോർട്ടർ ചാനൽ കാണാറുണ്ട്. ആദ്യമായിട്ടാണ് തൃശ്ശൂരം കാണുന്നത്. എന്തായാലും ഞാനും എന്റെ മോളും ഉണ്ട്. മോളവിടെ അങ്ങോട്ട് പോയോക്ക് വശലായിട്ട്. അടിപൊളി. എന്നെ രാമനെ കാണാൻ വേണ്ടി വന്നതാ. രാമന്റെ സ്ഥിരം ഫാനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം രാമനെ. എന്റെ പേര് ആരിഫ റഷീദ്. ഞാൻ ഹൗസ് വൈഫാണ്. വന്നതാണ്. അതെ. ഞാൻ കൃഷ്ണാപുരം തൃശ്ശൂരിനാണ്. പൂരം അടിച്ചു പൊളിച്ച് വെടിക്കെട്ടില്ലെങ്കിലും അതിന് ചൂടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ പോണ്. വെടിക്കെട്ടിന്റെ ചൂടില്ലെങ്കിലും ഇപ്രാവശ്യം കാലാവസ്ഥ ചൂടുണ്ട്. അരുൺകുമാറിനോടൊക്കെ ഞങ്ങള് അന്വേഷണം പറയണോട്ടാ. തീർച്ചയായിട്ടും പറയാം. ഹാപ്പി പൂരം. ഹാപ്പി പൂരം. അപ്പൊ എവിടെ യൂണിഫോം? മല്ലപ്പള്ളി. കറുപ്പ് യൂണിഫോം, ബ്ലാക്ക് ഇട്ട് നല്ല ചൂടത്തി ബ്ലാക്ക് ഇട്ട് വരും. അതെ തീർച്ചയായും. പൂരം അടിപൊളിയല്ലേ? തകർക്കുക. പൂരത്തിന്റെ വൈബിലാണ് എല്ലാവരും. എവിടെ നമ്മള് തൃശ്ശൂരിനാണ്. പൂരമില്ലാതല്ലേ പൂരത്തിന് വീട്ടിലിരിക്കാൻ പറ്റില്ല. അതെ. നവനീത് കണ്ട പൂരം എന്താ കാണണ്ടേ? ആന കാണണോ? രാമനെ കണ്ടോ? അപ്പോ ഇതിൽ ഓരോന്നിന്റെ ഫാൻസ് ആണ്. ഇപ്പോ ചില ആൾക്കാർ ഈ മേളത്തിന്റെ ഫാൻസ് ഉള്ളവരുണ്ട്, ചിലര് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫാൻസ് ഉള്ളവരുണ്ട് അല്ലേ? നിങ്ങൾ ആരെ കാണാൻ വന്ന? ആനയെ കാണാൻ വന്നാണോ അല്ലെങ്കിൽ പൂരം കാണാൻ വന്ന? എന്തൊക്കെ കാണും? കുടമാറ്റം പ്രാവശ്യം കുറവാ. എവിടെന്നാ വരുന്നത്? ഞങ്ങള് പട്ടാമ്പിന്ന് വരിക അല്ലേ? ആദ്യമായിട്ടാണ്? അല്ലല്ല, കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്രാമത്തെ പൂരാ? അപ്പൊ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് തണുപ്പിക്കുന്നുണ്ട്. എത്രാമത്തെ പൂരാണിത്? 6. നിനക്ക് എത്ര വയസ്സായി? അമ്മയാണോ?
അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്. പൂരം കാണാനുള്ള വൈബ് നല്ല ചൂടാണ്. ശരിക്കും ഈ കാലാവസ്ഥയുടെ ഒരു ആകാശത്തിന്റെ കുടമാറ്റം എന്ന് പറയുന്നത് കാലാവസ്ഥയുടെ ഒരു കുടമാറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് വെയിൽ താഴും, ചിലപ്പം വെയിലൊന്ന് മൂക്കും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ എല്ലാവരുടെ കയ്യിലൊരു വിഷരി ഉണ്ടല്ലോ, 2 വിഷരി. നല്ല ചൂടാണ്. എവിടുന്ന വരുന്നത്? ഞങ്ങൾ അരിമ്പൂര്. ഒരു വിഷരി, ഒരു പേപ്പർ വിഷരിയെങ്കിലും ഇല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥ. വേറെ വിഷരി ഇല്ല. ഇവിടെ ഫ്രീ ആയിട്ട് വിഷറി കിട്ടുന്നുണ്ട്. ഈ വിഷറി വീശിയിട്ടുള്ള വരവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് പൂരക്കാഴ്ചകൾ എന്ന് പറയുന്നത്. പൂരത്തിന്റെ അവിടെ കുറെ കാഴ്ചകളുണ്ട്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോകുന്ന നടവഴിയാണിത്. തെക്കേ ഗോപുരം നടയോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. ഘടകപൂരങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്തലക്കാവിലെ ഭഗവതി ഉച്ചയോടുകൂടി എത്തും. മഠത്തിൽ വരവ് 11:30 തുടങ്ങും. 2:30 മണിക്ക് എലഞ്ഞിത്ര മേളമുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ ഇവിടെ കുടമാറ്റം നടക്കും. 15 കുടകൾ അതായത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഉണ്ടാവും. ആ കുടകളുടെ കുടമാറ്റവും കണ്ട് ഇത്തവണ വെടിക്കെട്ടില്ലെങ്കിലും ആ കുടമാറ്റത്തോടു കൂടി പകൽപൂരം അവസാനിക്കും. അതിനുശേഷം ഈ പൂരത്തിൻ്റെ രാത്രി അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാവും. അത് പകൽപൂരത്തിൻ്റെ ഒരു ആവർത്തനം രാത്രിയും ഉണ്ടാവും. പക്ഷേ പകൽപൂരം നടക്കുന്ന ഈ ഘടകപൂരങ്ങളുടെ വലിയ ആവേശം ആ രാത്രി സമയത്ത് ഉണ്ടാവാറില്ല. നാളെ രാവിലെ പകൽപൂരവും ഉണ്ടായിരിക്കും. അങ്ങനെ പൂരം ചടങ്ങുകൾ മാത്രമാണെങ്കിലും കാണാൻ വരുന്ന പൂരപ്രേമികളെ സംബന്ധിച്ച് പൂരത്തിന്റെ എല്ലാ ആവേശവും ഉണ്ട്. മാധു, ശരി, ആവേശം മുഴുവനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം റിപ്പോർട്ടർ സജ്ജമാണ്.